ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? അതൊന്നും നോക്കിയേ. എന്തിനാന്ന്? അങ്ങോട്ടൊന്ന് നോക്കാൻ. എന്റെ ബോഡി കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ല? എന്ത് തോന്നുന്നു? ഛർദിക്കാൻ തോന്നുന്നു. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. എല്ലാവർക്കും എന്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് സ്വാഗതം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഓ എന്നടെ കണ്ണാ കടിക്കല കണ്ണാ, ഈ ആട്ടും കൂത്തി മറന്ന സാധനം ആര് കടിക്കലാണ്? ബ്രദറെ, വികാരമാകുന്നുണ്ട് കണ്ണാ. നമ്മളൊന്നും കുറ്റം പറയല്ല ചേച്ചിനെ. എന്തെങ്കിലും ചെയ്ത് ജീവിച്ചിട്ടോ ഒരു വിധേയമായിട്ടുള്ള സ്ത്രീനെ നമ്മളിങ്ങനെ കുറ്റം പറയാൻ പാടില്ല. സാറ് പേടിക്കൊന്നും വേണ്ട, ഇത് ഫാത്തിമ ബീവിയുടെ ഒരു സ്റ്റൈലാ. അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ? അല്ല അങ്ങനെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞത്. അവരെന്തെങ്കിലും ചെയ്ത് എങ്ങനെയും ജീവിക്കട്ടെ. ഓ, അതാണ് നിനക്ക് വിഷമം. എന്ത് കാണിക്കണ കണ്ണാ? വൃത്തികേട് ആണല്ലോ. ഇവനൊക്കെ സബിനകത്ത് കേറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. താനിതെങ്ങനെ കണ്ടു? എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാരമില്ല, ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഇനിയും വരാവുന്നേ ഉള്ളൂ. നാണം കെട്ട നാറികളെ, നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു തമാശ അല്ലേ?